നമസ്കാരം. ഇത് നമ്മുടെ 18ാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ 15 കഴിഞ്ഞു, പിന്നെ 2 ദിവസം ഇല്ല, ഇന്ന് 18ാമത്തെ ദിവസം. അപ്പം ഇന്നത്തെ വീഡിയോയും ഇനി നാളെ ഇറങ്ങാൻ പോകുന്ന വീഡിയോ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോസാണ്. ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. അതായത് ഇന്ന് നമ്മൾ ഇതിനെ താഴേക്ക് നമ്മൾ ഫാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം മുമ്പിൽ നമ്മുടെ കൂടെ ടെറസിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഡെയിലി ഒരു 4 നേരം വരെ ഫീഡും പിന്നെ ക്യാബേജ് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, ഇല, അങ്ങനെ പല 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 ഫീഡ് കൊടുത്ത് ഇപ്പോൾ അവർ എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ ഒരു 4 ഇരട്ടിയോളം ഭാരം വന്നു കഴിഞ്ഞു. മാത്രമല്ല ഫീഡും നമ്മൾ മുമ്പ് കൊടുത്തിരുന്നതിനേക്കാൾ ഇപ്പോൾ വളരെയധികം, ആദ്യം ഒരു 100 ഗ്രാംസൊക്കെയാണ് മാക്സിമം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു സമയം തന്നെ ഏകദേശം ഒരു 300-400 ഗ്രാമോളം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു, സൈസ് വളർന്നു. അപ്പോൾ ഇനി ഇവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ അടുത്തൊരു പുതിയ കൂട്ടിലേക്ക് താഴെ നമ്മൾ മാറ്റുകയാണ്. അത് നാളത്തെ ഇറങ്ങുന്ന നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മൾ കാണിക്കും. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുകളിൽ ചാടി കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചാടി അവൻ കയറി ഹൈറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പഠിച്ചു. ഈ ഹൈറ്റ് തിരിച്ചിറങ്ങാനായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ മണ്ണ് കൊത്തി കഴിക്കുന്നുണ്ട്. മണ്ണ് കൊത്തുന്നത് പ്രധാനമായിട്ട് ഈ മിനറൽസ് ഡെഫിഷ്യൻ്റ് ആവാതിരിക്കാനായിട്ട് ഈ താറാവുകളെ ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഒരു വിരയുടെ ടെൻഡൻസി വന്നാൽ പോലും മിനറൽ ഡെഫിഷ്യൻസി വരില്ല, നന്നായിട്ട് ചെയ്യുന്നത്. അപ്പം ഇനി അവർക്ക് കുറച്ചും കൂടെ നമ്മൾ ഫീൽഡിൽ തുറന്നു വിടാനായിട്ടൊക്കെ ഉള്ള ഒരു തുടക്കത്തിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആ ഫീഡ് കൊടുക്കാനായിട്ട് ഈ ഫീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. കണ്ടോ, ആ ഫീഡ് കഴിക്കുമ്പം ഉള്ള, അല്ലെങ്കിൽ ഫീഡ് കാണുമ്പോൾ ഇവരുടെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും നമുക്കങ്ങ് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു മനസ്സ് നിറയുന്നതാണ്. അതൊരു എന്താ പറയുക, നമ്മളൊരു കൊടുക്കുന്നൊരു ഫുഡിനെ ഭയങ്കരമായിട്ട് അക്നോളജ് ചെയ്യുന്ന ഒരു ജീവിയാണ് ഈ താറാവ്. കോഴിയെ പോലെ ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇതിനില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക സ്റ്റൈലിൽ ഒരു ഭയങ്കര രസമായിട്ട് അത് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു അനുഗ്രഹം ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ അതൊരു ഇത്രയും സന്തോഷമായിട്ട് നമുക്കൊരു ജീവജാലങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. കാരണം അത്ര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു ക്രീച്ചറാണ് ഈ താറാവുകൾ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ക്രോപ്പ് എന്ന് പറയും, ഈ കഴുത്തിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കൊക്കറ എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഇത് ഈ ഗ്രെയിൻസിനെ ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കല്ലുകളൊക്കെ തിന്നിട്ട് ഈ ക്രോപ്പിലാണ് ഈ ഡൈജഷൻ പ്രോസസ്സ് പിന്നെ നടക്കുന്നത്. അത് ഓവർ എ പീരീഡ് ഓഫ് 2-3 മണിക്കൂർ കൊണ്ട് ഇത് ഈ ക്രോപ്പ് ചെറുതായി വരും. ഈ ക്രോപ്പ് ചെറുതായി വരുന്നതനുസരിച്ച് പിന്നെ